ആ വരാന്ന് പറഞ്ഞ കൂട്ടർ ഇതുവരെ വന്നില്ലല്ലോ. അളിയനെ അവരൊന്ന് വിളിച്ചു നോക്കിയേ. എനിക്കാണെങ്കിൽ ഇന്ന് 100 കൂട്ടം പരിപാടിയുള്ളതാ. ഒരു 5 മിനിറ്റ് കൂടി നോക്കാം സത്യ. ആ അതെ, എത്തി. ആ വാ കേറി വാ. നിങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ആ വഴിയൊന്നും തെറ്റില്ലടോ മോനെ. ഏയ് ഞങ്ങളൊന്നും തെറ്റാറൊന്നുമില്ല. ആ വാ കേറി വാ. ആ വാ ഇരിക്കേ. അല്ല ആദ്യം അമ്മ ഇരിക്കട്ടെ എന്ന്. അത് കൊള്ളാം. അമ്മേ, നിങ്ങൾ വരാൻ വൈകിപ്പോഴേ ഇന്നിന് വരില്ലാന്നാ ഞാൻ വിചാരിച്ചത്. എല്ലാ ഞായറാഴ്ച ഇതുപോലെ ഒരുത്തന്മാര് കയറി വന്ന് ചായയുടെയും പരിപാടി ആയതുകൊണ്ടേ എനിക്കൊരു പരിപാടിക്കുമ്പോ സമയം കിട്ടാറില്ല. അല്ല നിങ്ങളുടെ കാര്യം അല്ലാട്ടോ പറഞ്ഞേ. അല്ല മോളൊന്ന് വിളിച്ചിരുന്നു. മോളെ വിളിക്കാം. ആദ്യം ചെറുക്കനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ട് മതിയല്ലോ ബാക്കിയൊക്കെ ചടങ്ങ് അല്ലേ അമ്മേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതുവല്ല അറിയാമോ? അളിയാ വിളിച്ച മോളെ എന്താ ചൂടില്ലേ? ചൂട് കൂടി. എന്താ മോളുടെ പേര്? അനു. വീട് എവിടെയാ? അമ്മയുടെ. അതെ, ഈ പെണ്ണുമായിട്ട് സംസാരിക്കണമെങ്കിലേ മേളയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ലഡു അല്ല, പെണ്ണ് മേളയ്ക്കല്ലേ? ഭയങ്കര ഇഷ്ടമല്ലേ നമ്മുടെ ഈ ചടങ്ങും പരിപാടിയൊക്കെ? അതെന്റെ വഴിക്ക് അങ്ങ് പോക്കോളൂ. അളിയാ ശരിയല്ലേ? ഇതുവരെ എല്ലാം ശരിയല്ലേ? ആ തിരക്കാന്നേ, മൊത്തം ഉത്സവത്തിന്റെ തിരക്കല്ലേ. വെടിക്കെട്ടെന്ന് പറഞ്ഞാണ്ടല്ലോ, അത് എൻ്റെ വെടിക്കെട്ട്. എൻ്റെ അല്ല, നമ്മുടെ ഉത്സവത്തിലെ വെടിക്കെട്ടെ. ഞാനാണല്ലോ കമ്മിറ്റി പ്രസിഡന്റ്. അളിയന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ആ മോളെ ചായ കൊടുക്ക്. അനിയത്തിയ ചായ കുടിക്ക. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ചടങ്ങ് വല്ലതും ഉണ്ടോ? ചെറുക്കനും പെണ്ണും ദേ ഫോണിലൂടെ കാണും, കെട്ടും നടത്തും. എല്ലാ കാര്യങ്ങളും മൊത്തം ഇപ്പം ടെക്നിക്കലാണല്ലോ. ഏത് അയാളാ നീ എന്നെ ഒന്നും എടുത്ത് കഴിക്കാത്ത? ഇനിയിപ്പോൾ നിനക്ക് വേണ്ടി കുഴിമന്തി എന്തെങ്കിലും മേടിക്കണോ? അല്ല മോന് ശരിക്കും എന്താ പരിപാടി? ഈ പഠിക്കുകയാണോ അതോ ജോലിയാണോ? എന്താ പരിപാടി? ഞാൻ കണ്ടന്റ് ക്രിയേറ്ററാണ് ഇൻസ്റ്റഗ്രാമിൽ. അപ്പം മേലനങ്ങാത്ത പരിപാടിയാണല്ലേ? അല്ല താനിതൊന്നും പറഞ്ഞില്ല. അത് എടോ, താൻ പറയാൻ പോകുന്ന മറുപടി എനിക്കൊരു പുതിയ കാര്യമല്ല. അല്ല, എനിക്ക് വേറൊന്നും പ്രശ്നമല്ല. ചേട്ടൻ്റെ ഈ പേര് അതല്ലേലും അവസാനം എല്ലായിടത്തും പ്രശ്നം എൻ്റെ ഈ പേര് തന്നെയാണ്. അത് മാറ്റാൻ പറ്റില്ലേ? ഐ മീൻ ഗസ്റ്റില്. എടോ, ശ്രമിക്കാത്തോണ്ടല്ല, പഴയ ആളുകളല്ലേ, അവരൊരുപാട് ആഗ്രഹിച്ചിട്ട് പേരല്ലേ. സാരില്ല. സത്യ മതി, കാര്യങ്ങൾ അറിയണ്ടേ? അജയ് നീ എന്താ പഠിക്കണേ? ആക്ച്വലി ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. അടുത്ത കൊല്ലം പുറത്തോട്ട് പോകാന്നോർത്ത് ഇങ്ങനെ. ഏത് രാജ്യത്തേക്കാ? ജർമ്മൻ പഠിക്കുന്നുണ്ട് 2 മാസമായിട്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ. ഏത് രാജ്യത്തേക്കാ പോണെന്ന് പറഞ്ഞില്ലല്ലോ? സൗദി അറേബ്യ. ആ, സൗദി അറേബ്യ നല്ല രാജ്യമാളിയാ. ഓ, അവൻ ജർമ്മനിക്കാ പോണേ. നീ ഒരു പൊട്ടത്തരം പറയല്ലേ. ഈ പിള്ളേര് ഇതുവരെ സംസാരിച്ച് തീർന്നില്ലായിരിക്കോ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. പോണില്ലേ? ബുദ്ധിമുട്ടായല്ലേ? ശീലമാകുമ്പോൾ പലതും ബുദ്ധിമുട്ടല്ലാതാവുമല്ലോ, അതിലൊന്നാണിത്.
ആക്ച്വലി ഞാനത് അച്ഛനോട് പറഞ്ഞതാ. അപ്പൊ അച്ഛനാ പറഞ്ഞ വന്ന് കാണട്ടേന്ന്. അത് സാരില്ല. കഴിയാറായില്ലേ? ബാക്കിയൊക്കെ താഴെ ഒന്ന് സംസാരിച്ചാ പോരെ? ആ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. എപ്പോഴെങ്കിലൊക്കെ വെച്ച് കാണാം. ശരി എന്നാ. വരണ്ട്. ആ ആ ആ അതെ ചേട്ടാ വാ. വന്നല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ എന്നാ പോയിട്ട് വിളിക്കാം. ശരി. 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 ശരിയാണ്. പോട്ടെ. എന്തായി? അതും പോയി. എന്നാ ആയിക്കോട്ടെ, അപ്പൊ പറഞ്ഞ പോലെ. ആ ശരി അച്ഛാ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ പ്രശ്നം. ജനിച്ച 28-ൻ്റെ അന്ന് വെറ്റിലയുടെ മറവിൽ എനിക്ക് ചാർത്ത് തന്നതിൻ്റെ പേര് ഗന്ധർവൻ. എൻ്റെ ചേട്ടാ ഇത്ര ഡെസ്പാമാനായിട്ട് എന്താ ഇത് ആദ്യമായിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എല്ലാ തവണ ഉണ്ടാവണ പോലെ കൂട്ടച്ചിരിയും ബഹളമൊന്നും ഇവിടെ ഉണ്ടായില്ല. അത് തന്നെ വലിയ കാര്യം. ഒന്ന് പോയേടാ, ഇതിലും നല്ലൊരു മുള എൻ്റെ മോന് കിട്ടും. ദേ ഇനി ഈ പരിപാടിക്ക് ഞാനില്ല കേട്ടോ. നടക്കുമ്പോൾ നടക്കട്ടെ, അത് മതി. അയ്യോ അമ്മ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല മോനെ. എങ്ങനെ പറഞ്ഞാണെങ്കിലും. നമുക്കേ നോർത്ത് ഇന്ത്യൻ സൈഡ് ഇതുപോലെ നോക്കിയാലോ? അതിനാ അതാവുമ്പോൾ പിന്നെ ഈ പേരിൻ്റെ പ്രശ്നമല്ല. ഞാൻ ദേ ഒന്ന് പോയേജു. ഇനി ഭാഷ അറിയാൻ പാടില്ലാത്തൊരു പെൺകുച്ചി വന്നിട്ട് വേണം അതിനൊരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സുന്ദരി കൊച്ചിന് മതി, അല്ലേ മോനെ? കിട്ടും കിട്ടും. എങ്ങനെയാണെങ്കിൽ താമസിക്കാതെ കിട്ടും. എടാ നീയേ ആ നീല ബോർഡിനോട് വണ്ടി ഏത് അവിടെയല്ലേ? എനിക്ക് ആ കൊറിയറിൻ്റെ ഓഫീസിലൊന്ന് കയറാനായിട്ട്. ആ നിർത്ത് ഇവിടെ തന്നെ നിർത്ത്. ഞാനേ വാങ്ങിച്ചിട്ട് വരാം. പെട്ടെന്ന് വരാം. എൻ്റെ പൊന്നമ്മേ, ചേട്ടനെയും അച്ഛൻ്റെ സെൻറ്റിമെൻറ്റ്സും വെച്ചുകൊണ്ടിരുന്ന ജന്മം പെണ്ണിട്ടൊന്നും എനിക്കോ നല്ല. എടാ നിനക്ക് ബുദ്ധി ഉറക്കണേന് മുമ്പേ അങ്ങേര് പോയതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ അവൻ അങ്ങനെയല്ല. അവൻ അച്ഛനെക്കുറിച്ചുള്ള ആകെയുള്ള ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഗന്ധർവ എന്നുള്ള നീട്ടിയുള്ള വിളിയാ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ചേട്ടാ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. ആർക്കെനിക്കാ? അല്ല എനിക്ക്. അതിന് അല്ല അപ്പം അതൊന്ന് വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു. ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേര് വിളിക്കാം, അവിടെ പോയിരുന്നു കേട്ടോ. അല്ല എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, പെട്ടെന്നൊന്ന് കിട്ടായിരുന്നെങ്കിൽ പോയിട്ട്. ആ എൻ്റെ പൊന്നോനിയിരിക്കുന്നവർക്ക് ഇതിനു വേണ്ടി വന്നേക്കണവരാ. തൽക്കാലം അവിടെ പോയിരിക്കേ. ശരി. അല്ല തൻ്റെ പേരെന്താ പറഞ്ഞേ? പേര്? അല്ല കുഴപ്പമില്ല, വിളിച്ചത് ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്, അതുകൊണ്ടാ. പേര് പറഞ്ഞാലേ പേര് വിളിക്കാൻ പറ്റുള്ളൂ. ആണോ? പേര് പേരേ പേരില്ലേ? അല്ല ഉണ്ട്. പറയാൻ പറ്റി പറയടോ. ഗന്ധർവൻ. എന്തുട്ടേ? ഗന്ധർവൻ. ഗന്ധർവനോ? കൊള്ളാം, പേര് കൊള്ളാം. ഗന്ധർവനോടൊപ്പം ഇരിക്കും. ഞാൻ വിളിക്കുമ്പോൾ വന്നായിട്ടാ. ചെല്. കളക്ടറിലെ ജോലി നേരം മാറി. നീ എന്തിനാ കണ്ണാടി വിളിക്കണേ?
കുറച്ച് ലേറ്റായി പോയി. ഇന്നെന്താ വൈകി കാരണം? അതെ, ബസ്സില്ല ഏട്ടാ അവിടേക്കൊന്നും. ഭയങ്കര നിങ്ങളുടെ നാട്ടിലെ ബുദ്ധിമുട്ടായിട്ട് തല്ലിപ്പൊളി ബസ്സായും തല്ലിപ്പൊളിക്കണം. കത്തിക്കണ ബസ്. അനീഷ്, അപ്പം എല്ലാവരുടെയും സമയം ശരിയാവും. ഇതൊന്ന് സൈൻ ചെയ്യണേ. നടന്നു വന്നിരുന്ന ഇതിനെക്കാട്ടും മുന്നിൽ കിട്ടിയനെ. എന്ത്? ഇത് പേപ്പറിലെടുത്ത് എൻ്റെ പേരാണോ? തൊലിഞ്ഞ പേരുണ്ട്. എന്താ മോളെ പരിപാടി? ഒന്നുമില്ലടാ. അല്ല, ഇന്ന് പോയ കാര്യം എന്തായി? അതൊന്നും നടന്നൊന്നുമില്ല. വേറെ വല്ലതും നോക്കാം. നീ ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചില്ലടാ. ഞാൻ ഫുഡാണെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുമായിരിക്കും. എടാ അജു, ആ. നീ അവൻ്റെ അടുത്തോട്ടൊന്ന് ചെന്നേ. അവിടെ നിന്ന് വന്നേ പിന്നെ അവൻ താഴോട്ട് വന്നിട്ടില്ല. ആര് ചേട്ടനോ? ആ എനിക്കൊന്നും വയ്യ. ദേ അജു, എന്നെ ദേഷ്യം കയറില്ലേ? വന്നപ്പോൾ തുടങ്ങി അവൻ്റെ ഒരു ഫോണിൽ കളി. നീ ഞാൻ പറയുന്നതെന്നനുസരിച്ച് അവനോട് പോയി കഴിക്കാൻ വരാൻ പറ. ഈ അമ്മ ഗന്ധർവാ മോനെ, ഗന്ധർവൻ കുട്ടാ, ഗന്ധർവാ. ചേട്ടാ, ഇതേ അമ്മ വിളിക്കുന്നത് താഴേക്കല്ലേ. നീ ചെല്ലി, ഞാൻ വന്നേക്കാം. ചേട്ടനത് വിട്ടില്ലല്ലേ? ഏത്? അല്ല, ഇന്നത്തതേ. നീ ഭാരിച്ചാരി അന്വേഷിക്കാണ്ട് പോയേ, ഞാൻ വന്നേക്കാം. ഓ, ഒറ്റയ്ക്ക് ഇന്ന് നീർണ കണ്ടോണ്ട് വന്നെന്നുള്ളൂ. ആ ഇത്ര ഭാരിച്ച കാര്യം ഓർത്തില്ല. ചിരിക്കാൻ പറഞ്ഞതല്ല. ഇവിടുന്ന് പോകുമ്പോഴേ അറിയാലേ അവസ്ഥ. പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് ചിന്തിക്കണേ? എടാ, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുടുംബം, കുട്ടികൾ എന്നുള്ള പിന്തിരിപ്പൻ ചിന്താഗതി ഉള്ളതുകൊണ്ടൊന്നല്ല. എടാ, ഈ പേരിൻ്റെ ഇതിനകത്തുള്ള ഈ വിഷമം തീർക്കാൻ വേണ്ടി ഒരു കൂട്ട്, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ഞാനും അമ്മയൊക്കെ എന്തിനാപ്പേ? എടാ, നിനക്കും അമ്മയ്ക്കൊക്കെ അപ്പുറം എനിക്കൊരു കൂട്ട്. അതിനാണ് ഞാനിങ്ങനെ ഈ ചോയ്സ് മെറ്റീരിയലായിട്ട് വേഷം കെട്ടി നടക്കണം. എടാ, പണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സെലക്ഷൻ കിട്ടി ക്യാമ്പിന് പോയില്ലേ? അപ്പോൾ എൻ്റെ പേരുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും മുമ്പിൽ ഞാൻ കോമാളിയായി. അത് ചിലപ്പോൾ തിരിച്ചറിവിൻ്റെ പറയാനുകൊണ്ടാണോ അതോ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആ ദിവസത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറില്ല. എനിക്ക് ഓർക്കാൻ വലിയ താല്പര്യമില്ല. ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എടാ, ഹൃദയം വേദനകളെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ വേദന ഉണ്ടാവും. പിന്നെ ഒരു തരം മരവിപ്പ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്രയോ ചെറുത്. താനെന്ത് ദുരന്താടോ? അല്ല, ഇമോഷണലായി ഇപ്പം ചേഞ്ച് വേണ്ട. ബീറടിക്കോ? അതിന് നിന്നിൽ പൈസ ഉണ്ടോ? ആ ചേട്ടൻ്റെ ഇല്ലേ? ഞാൻ ഒറ്റ കീറും. എടാ, സാലറി ഇട്ട് 4ാമത്തെ ദിവസം തുടങ്ങിയ ദാരിദ്ര്യമാണ്. നീ അടുത്ത സാലറി ഇട്ടണം ആ ദാരിദ്ര്യം ഒന്ന് മാറാൻ. നീ ഇന്ന് പോയിട്ട് എന്താ ചേട്ടൻ്റെ ഫോൺ ബില്ലടിക്കണോ? അതേതോ നമ്പറാണത്. ഇനി അവരെങ്ങനെ ഓക്കെ പറയാൻ വിളിക്കുകയാണെങ്കിലോ?